പരസ്പരം എന്ന ഒറ്റ സീരിയൽ മതി നടൻ വിവേക് ഗോപനെ നമ്മൾ തിരിച്ചറിയാൻ. സീരിയലിലെ സൂരജ് എന്ന കഥാപാത്രത്തെ ഓർക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലായിരുന്നു പരസ്പരം. ദീപ്തി സൂരജ് ദമ്പതികൾ ഇന്നും മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട ജോഡികൾ തന്നെയാണ്. പരസ്പരത്തിന് ശേഷം കാർത്തിക ദീപം എന്ന പരമ്പരയിലാണ് വിവേക് അഭിനയിച്ചത്. അതിനു പിന്നാലെ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ചവറ നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി വിവേക് ഗോപൻ മത്സരിക്കുകയും ചെയ്തു. പരാജയമാണ് ലഭിച്ചതെങ്കിലും ഇന്നും മണ്ഡലത്തിൽ വിവേക് സജീവമാണ്. വിവേകിന്റെ ഭാര്യ സുമി വിവേക് തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ജീവിതം ആരംഭിക്കുന്നത് വട്ടപൂജ്യത്തിൽ നിന്നുമായിരുന്നു എന്നാണ് സുമി പറയുന്നത്. ലവ് മാരേജ് ആണ് ഞങ്ങളുടേത്. വീട്ടുകാർ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. ആദ്യമായി തങ്ങൾ കണ്ടുമുട്ടുന്നത് സജ്ന നജാമിന്റെ ഡാൻസ് ട്രൂപ്പിൽ വച്ചാണ്. അവിടെ വിവേക് വരുമായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. സിനിമാറ്റിക് ഡാൻസ് ആണ് സുമി പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെ പ്രണയം തുടങ്ങി. 4 വർഷത്തോളം പ്രണയിച്ചു. അതിനുശേഷമാണ് വിവാഹത്തിലേക്ക് കടന്നത്. ഒളിച്ചോടിയൊന്നുമില്ലെന്നും എന്നാൽ പുള്ളിക്ക് താൻ തേക്കുമോ എന്ന പേടിയായിരുന്നുവെന്നും സുമി പറയുന്നു. വിവേക് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ നോ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തേക്കുമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ തെളിയിക്കണമല്ലോ തേക്കില്ല എന്ന്. അങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്തു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലറിയുന്നത്. ആ സമയം വിഷയമായി. അങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കെട്ടി വീട്ടിൽ നിന്ന് പൊക്കോളാൻ വീട്ടുകാർ പറഞ്ഞു. അങ്ങനെയാണ് ഔദ്യോഗികമായി പള്ളിയിൽ വച്ച് വിവാഹം നടന്നത്. അതിനുശേഷമാണ് ജീവിതം ആരംഭിച്ചത്. വളരെ നോർമലായ ജീവിതം തന്നെയായിരുന്നു. സാധാരണക്കാർക്കുള്ളതുപോലെ തന്നെ ആഗ്രഹങ്ങൾ. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് ഇവർ നേരിട്ടത്. ഒരിക്കലും ഒന്നും എളുപ്പമായിരുന്നില്ല പണ്ടത്തെ ജീവിതത്തിൽ നിന്നും. എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. സൊസൈറ്റിയിൽ നിലയും വിലയുമാകുമ്പോൾ ആ ഫെയിം എന്ന പേര് അല്ലെങ്കിൽ സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. സിനിമാ ദ ക്യൂ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിവേക് ഗോപന്റെ ഭാര്യ സുമി വിശേഷങ്ങൾ പങ്കുവച്ചത്. 2013 മുതൽ 18 വരെ പരസ്പരം എന്ന ഹിറ്റ് സീരിയലിൽ അഭിനയിച്ച താരം പിന്നീട് സെൽമി ദ ആൻസർ എന്ന പരിപാടിയിൽ പാർട്ടിസിപ്പന്റായിട്ടും എത്തിയിരുന്നു. പിന്നെ ടമാർ പടാർ, ഇമ്മിണി ബല്യ ഫാൻ, ഡേ വിത്ത് എ സ്റ്റാർ, സ്റ്റാർ മ്യൂസിക്, ഉർവശി തിയേറ്റേഴ്സ് തുടങ്ങിയ പരിപാടികളിലെല്ലാം താരത്തെ കണ്ടിരുന്നു. കാർത്തിക ദീപം എന്ന സീരിയലാണ് താരത്തെ പിന്നീട് നമ്മൾ കണ്ടത്. അതിലും ശക്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് വിവേക് ഗോപൻ എത്തിയത്. കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിൽ അതിഥി വേഷത്തിലും താരം എത്തുന്നുണ്ട്. ഒപ്പം തന്നെ സി കേരളത്തിലെ മിസ്റ്റർ ഹിറ്റ്ലർ എന്ന പരിപാടിയിലും അതിഥി വേഷത്തിൽ താരം എത്തുന്നുണ്ട്. സീരിയലിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ഒരു നടൻ കൂടിയാണ് വിവേക് ഗോപൻ. അച്ചാദിൻ, തിങ്കൾ മുതൽ വെള്ളി വരെ, കരിങ്കുന്നം 6, പുള്ളിക്കാരൻ സ്റ്റാറ, ഒരു കുട്ടനാടൻ ബ്ലോക്ക്, കളിക്കൂട്ടുകാർ, നമസ്തേ ഇന്ത്യ, വ്രതം തുടങ്ങിയ സിനിമകളിലൊക്കെ താരം അഭിനയിച്ചിരുന്നു. 1 എന്ന ചിത്രത്തിലെ താരത്തിന്റെ റോളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് താരം ആ ചിത്രത്തിലെത്തിയത്. മമ്മൂക്ക ചിത്രങ്ങളിലാണ് കൂടുതലും വിവേക് ഗോപൻ അഭിനയിച്ചിട്ടുള്ളത്.